ലഹരി കേസിൽ ഉൾപ്പെടുന്നവരെ മഹലിൽ നിന്ന് വിലക്കി ഭീമാപ്പള്ളി ജമാഅത്ത് കമ്മിറ്റി. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ആജീവനാന്തം വിലക്കും, 50,000 രൂപ പിഴയും ഈടാക്കും. 3 മാസത്തിനിടെ 12 പേർക്കെതിരെയാണ് വിലക്കേർപ്പെടുത്തിയത്. വിലക്കേർപ്പെടുത്തിയ കാര്യം എല്ലാവരും അറിയാൻ നോട്ടീസ് ബോർഡിൽ ഇടുകയും ചെയ്യും. തീരുമാനം നാടിന് ഗുണകരമായെന്ന് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് MP അബ്ദുൽ അസീസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ലഹരിക്കെതിരെ നാടൊട്ടുക്കും പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ പോരാട്ടം മറ്റൊരു തരത്തിലാണ്. എന്ന് വെച്ചാൽ ഇത് വായിച്ചാൽ മനസ്സിലാവും. ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് 2-ാം വാർഡിൽ ബുക്ക് നമ്പർ 92A താമസിക്കുന്ന സദ്ദാം ഹുസൈനെയും 9-ാം വാർഡിൽ ബുക്ക് നമ്പർ 101 താമസിക്കുന്ന റസൂൽ ഷായെയും ലഹരി ഉപയോഗവും വിൽപ്പനയുടെയും ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ജമാഅത്ത് നടപടി എടുത്തിരിക്കുന്നു. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ പള്ളി കമ്മിറ്റി ഓഫീസിൻ്റെ മറ്റൊരു സ്ഥലം, 2-ാം വാർഡിൽ താമസിക്കുന്ന നാഗൂർ അടിമ മകൻ ഹാഷിമിനെയും 10-ാം വാർഡിൽ താമസിക്കുന്ന ഹനീഫ മകൻ ബാദിഷയെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുടെ ഭാഗമായി ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. ഇതാണ് പള്ളി കമ്മിറ്റിയുടെ ഒരു നടപടി. പോലീസ് ലഹരി പദാർത്ഥത്തിനുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ പിടികൂടുകയോ ചെയ്താൽ അവരെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്, പ്രസിഡന്റ് തന്നെയുണ്ട്. എത്ര വർഷം, എങ്ങനെയാണ് നടപടി? ഇപ്പം നമ്മൾ ആദ്യം തുടക്കത്തിലുള്ള കേസുകൾ വർഷക്കണക്കാണ്. ഇപ്പം പ്രാഥമിക അംഗത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു ഇതുമില്ല. ഇനി ഈ ജമാഅത്തിൻ്റെ അംഗമേ അല്ല, എന്നേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. വർഷങ്ങളൊന്നും കാലാവധി പറയുന്നില്ല. ഇനി ഇവൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു അടുത്തൊരു ജമാഅത്ത് 1 ഇയറാണല്ലോ ഞങ്ങളുടെ ഈ കാലാവധി. ആ അടുത്ത ജമാഅത്തിൽ ഇവൻ നന്നായി വന്ന് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ അവർ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഫൈനുണ്ടോ? ഫൈനുണ്ട്. 50,000 രൂപയാണ് പിഴ ചുമത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലഹരിക്കെതിരെ അതിശക്തമായ തരത്തിലാണ് ഇപ്പോൾ നിലവിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ അടുത്തിരിക്കുകയാണ്, മദ്രസകളൊക്കെ അടുത്തിരിക്കുകയാണ്, ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഭീമാപ്പള്ളിയിൽ നിന്ന് ഏത് മുക്കുമൂലയിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിയാലും ആ സ്പോട്ടിൽ കമ്മിറ്റിക്കാരും ആൻറ്റി ഡ്രഗ്സ് കൊണ്ട് മറ്റു പ്രവർത്തകരൊക്കെ ചെന്നുകൊണ്ട് കൈയോടുകൂടി പിടിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉറവിടമാണ് ഞാൻ കണ്ടെത്തി. ആ ഉറവിടത്തിൽ നിന്നാണ് ഇവിടെ നിന്ന് പാടെ ഒഴിവാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസ് കേസെടുത്താലാണോ അറസ്റ്റ് ചെയ്താലാണോ, എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്? പോലീസ് എഫ്ഐആർ ഇട്ടാൽ ഒരു വ്യക്തിയിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ ഒഴിവാക്കുന്നു. ആൻറ്റി സ്ക്വാഡിൻ്റെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ജമാഅത്തും തത്തുല്യമായി ഒരുമിച്ച് നിന്നിട്ടാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ എത്ര പേരെ നമ്മൾ ഇതുപോലെ നടപടി നേരിട്ടുണ്ടാവും? ഞങ്ങൾ വന്ന അധികാരത്തിൽ നിന്ന് 3 മാസത്തിന് ശേഷം ഒരു 12 പേരോളം ഈ ജമാഅത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലഹരി വിൽപ്പനയും ഉപയോഗത്തിൻ്റെ പേരിൽ അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതാണ് ഈ ഭീമാപ്പള്ളി കമ്മിറ്റി 3 മാസത്തിനിടയിൽ 12 പേർക്കാണ് ആ തരത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. അത് ലഹരി വിൽപ്പനയുടെ പേരിൽ പോലീസ് പിടികൂടിയാലും നടപടിയെടുക്കും. ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ പോലീസ് പിടികൂടി കേസ് മസ്റ്റും രജിസ്റ്റർ ചെയ്താലും നടപടിയെടുക്കും എന്നതാണ് ഈ മുസ്ലിം ജമാഅത്ത് നൽകുന്ന ഒരു മാതൃക. വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.